തെഹ്റാനിലെ ഒരു ഇടത്തരം അപ്പാർട്ട്മെന്റ്. ജനാലയിലൂടെ സൂര്യപ്രകാശം ഉള്ളിലേക്ക് കടന്നു വരുന്നതേ ഉള്ളൂ. ഹാളിലെ സോഫയിലിരുന്ന് രാവിലത്തെ ചായ കുടിക്കുകയാണ് ജാഫർ പനാഹി. ആ മുറിയും പനാഹിയും ഏറെ പരിചയമുള്ള മട്ടിൽ അദ്ദേഹത്തെ ഫോക്കസ് ചെയ്ത ഒരു ക്യാമറയും അവിടെയുണ്ട്. എങ്ങും നിശബ്ദത. പെട്ടെന്ന് തെരുവിൽ നിന്നും ഒരു വെടിശബ്ദം. അതിൻ്റെ തുടർച്ചയെന്ന പോലെ ഒരു സൈറനും. ആംബുലൻസ് ആകാം, പോലീസുമാകാം. അറസ്റ്റ് ചെയ്യപ്പെട്ട ഇറാനിയൻ സംവിധായകന്റെ ഒരു ദിവസം തുടങ്ങുകയായി. 2010 സിനിമാസ്വാദകരെ ഞെട്ടിച്ചുകൊണ്ട് ഭരണകൂടത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് ജാഫർ പനാഹിയെ ഇറാൻ സർക്കാർ അറസ്റ്റ് ചെയ്തത്. കോടതി പനാഹിക്ക് 6 വർഷം തടവ് വിധിച്ചു. ജയിലിലായി 2 മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. ഉപാധികളോടെ ലഭിച്ച ജാമ്യം. 12 വർഷത്തെ നിശബ്ദതയാണ് ആ കലാകാരന് മുന്നിൽ കോടതി വെച്ച ഉപാധി. ഭരണകൂടത്തിന്റെയും സമുദായത്തിന്റെയും അപജയങ്ങൾ തുറന്നു കാട്ടിയതിനാണ് പനാഹിയെ നിശബ്ദനാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പനാഹിയുടെ സിനിമകൾക്ക് വലിയ ലൈറ്റിങ്ങിന്റെയോ സെറ്റുകളുടെയോ ആവശ്യമില്ല. ചെറിയ യഥാർത്ഥമായ സംഭവങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ശ്വസിക്കുന്നത്. ഗോൾഡ് ഫിഷ് വാങ്ങാൻ നടക്കുന്ന ഒരു കുട്ടി, ഫുട്ബോൾ കളി കാണാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ, അതുമല്ലെങ്കിൽ ഒരു ടാക്സിയിലേക്ക് കയറുന്ന അജ്ഞാതർ. കഥ പറയാൻ അദ്ദേഹത്തിന് മനുഷ്യർ തന്നെ ധാരാളമാണ്. തന്നെയും കുടുംബത്തെയും കഥാപാത്രങ്ങളാക്കി പനാഹി സിനിമയെടുത്തു. പക്ഷേ സിനിമയ്ക്കൊരു പ്രശ്നമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ അല്ല, സിനിമാക്കാരുടെ പ്രശ്നമാണ്. കാണികൾ അവരിലേക്ക് എത്തണം. പനാഹിക്കും ആ വീർപ്പുമുട്ടലുണ്ടായി. അപ്പോഴാണ് ഒരു പെൻഡ്രൈവുമായി ഒരു സുഹൃത്ത് അദ്ദേഹത്തെ കാണാനെത്തുന്നത്. ആ നിമിഷം തൻ്റെ കാണികളിലേക്കുള്ള വഴി അദ്ദേഹത്തിന് തെളിഞ്ഞു കിട്ടി. ആ പെൻഡ്രൈവ് ഒരു ബർത്ത്ഡേ കേക്കിൽ ഒളിപ്പിച്ച് പനാഹി ഇറാന് വെളിയിലെത്തിച്ചു. ദിസ് ഈസ് നോട്ട് എ ഫിലിം എന്ന ആ ചിത്രം 100% കലാകാരന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു. പേര് സൂചിപ്പിച്ച പോലെ ആ സിനിമ മാത്രമായിരുന്നില്ല, പനാഹിയുടെ പോരാട്ടമായിരുന്നു.